ഇന്നിപ്പോൾ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്ലാസ്സാണ്. അതായത് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഒരു റൗണ്ട് ക്ലാസ് ബാക്കിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിന്ന് മൂന്നാമത്തെ ദിവസം ക്ലച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ക്ലച്ച് കൺട്രോളൊക്കെ പഠിച്ചു വെച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ബാക്കി നമ്മൾ ഗ്രൗണ്ടിനകത്തിട്ട് സ്റ്റിയറിംഗ് തിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നത് ആക്സിലേറ്ററും ബ്രേക്കും സ്റ്റിയറിങ്ങും മാത്രമായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ രണ്ടുപേരും നമ്മളുടെ നന്നായി തന്നെ പെർഫോം ചെയ്തു. കൃത്യമായ സമയങ്ങളിൽ തിരിച്ചു. അതുപോലെ ബോഡി ലെവലായപ്പം അതുപോലെ റിട്ടേൺ ചെയ്തു. അതുപോലെ ബ്രേക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ബ്രേക്ക് ചെയ്ത് വണ്ടിയെ സ്ലോ ചെയ്ത് ഇറക്കി. അത് കഴിഞ്ഞു ബ്രേക്കിൽ നിന്ന് കാല് വിട്ട് കാല് ആക്സിലേറ്ററിൽ വച്ചു. എന്നിട്ട് ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുന്ന സന്ദർഭങ്ങളിൽ കറക്റ്റ് ആക്സിലേറ്റർ കൊടുത്ത് കയറി. അത് കഴിഞ്ഞ് കാല് ബ്രേക്കിൽ വരേണ്ട സന്ദർഭങ്ങളിൽ കാല് ബ്രേക്കിൽ വന്നു. അങ്ങനെ ബ്രേക്കിലും ആക്സിലേറ്ററിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറി മാറി ചവിട്ടി ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ കൃത്യമായ സമയങ്ങളിൽ തിരിക്കാനും തിരിച്ചിരിക്കാനും ഒക്കെ കഴിയും. നിങ്ങൾ രണ്ടുപേരും ബെറ്ററായിട്ട് തന്നെ പെർഫോം ചെയ്തു. അതിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ അത്ര പെർഫെക്റ്റ് ആകാതിരുന്നൊരു ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി ഇന്ന് നന്നായി പെർഫോം ചെയ്തു. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി പെർഫോം ചെയ്ത ഒരാളിൻ്റെ പെർഫോമൻസ് ഇന്ന് അന്നത്തെ ക്ലാസ് കമ്പയർ ചെയ്യുന്നെങ്കിൽ ശകലം കുറയുകയും ചെയ്തു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കൊരു വാഹനത്തിനെ നിയന്ത്രിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള എക്സസൈസുകൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിപൊളിയായി സ്റ്റിയറിംഗ് തിരിക്കാനും തിരിച്ചിരിക്കാനും പഠിച്ചു കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഫ്യൂച്ചറിൽ നമ്മൾ കാർ റോഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തിരിക്കാൻ കഴിയാത്തത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നന്നായി തിരിക്കാനും തിരിച്ചിരിക്കാനും ഇന്ന് കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള പ്രാക്ടീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ റോഡിൽ നമ്മൾ വണ്ടിയെ പാർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ രണ്ടാമത്തെ ദിവസം പാർക്കിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അവിടെ നമ്മൾ ഫുള്ള് റൈറ്റ് ഫുള്ള് ലെഫ്റ്റ് 2 റൗണ്ട് റിട്ടേൺ, അങ്ങനെ 3 രീതികളിൽ സ്റ്റിയറിംഗ് തിരിയുമ്പോഴാണ് വണ്ടിയെ പാർക്കിംഗ് ആവുന്നത്. അപ്പോൾ റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ ഓടിച്ച എക്സസൈസ് കൊണ്ടോ ആ ഒരു പ്രാക്ടീസ് കൊണ്ടോ റോഡിൽ നന്നായി വണ്ടി ഓടിക്കാൻ പറ്റില്ല. റോഡിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശകലം റൈറ്റ് ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എവിടെ തിരിച്ചാലും ലെവൽ ചെയ്യുന്ന രീതിയിൽ വെറുതെ സ്റ്റിയറിങ്ങിനെ അനക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാത്ത കുട്ടികൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും എന്ന് ഞാൻ അവരോട് പറഞ്ഞാൽ ആ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ അവർക്ക് സ്റ്റിയറിങ്ങിനെ അല്പം റൈറ്റോ അല്പം ലെഫ്റ്റോ അനക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ മനസ്സ് കൈവിട്ട് പോയത് കൊണ്ടാണ്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയങ്ങളിൽ നമ്മളെ കോൺഫിഡൻസ് ലെവൽ വളരെ താഴ്ന്നു പോകും. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പം നന്നായി കാർ ഓടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരും. ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ചെയ്യുമ്പം എല്ലാം തെറ്റുകളായിപ്പോവും. കാരണം നമ്മൾ അതുമായിട്ട് ഇഴുകിച്ചേരാനെടുക്കുന്ന സമയതാമസങ്ങളാണ് ഇതിൻ്റെ കാരണം. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് അയക്കുന്ന വോയിസ് മെസ്സേജുകളും വീഡിയോ മെസ്സേജുകളും ടെക്സ്റ്റ് മെസ്സേജുകളും എല്ലാം വായിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിട്ട് ഒരു ദിവസം ചെയ്തതിനേക്കാളും നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് ഉയർന്നുകൊണ്ടേയിരിക്കും. പകരം നമ്മൾ സഡനായി ക്ലച്ച് ചവിട്ടുക എന്ന് പറയുമ്പം നിങ്ങൾ സാവധാനത്തിലാണ് ക്ലച്ച് ചവിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ലെവൽ കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണക്കാർ വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്കൊരു കസേര ഇരുന്നു കൊണ്ട് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ആക്സിഡൻറ്റ് കുറച്ച് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ ഇതിൻ്റെ എല്ലാ ഉപകരണങ്ങളും അവൈലബിളാണ്. ആ ഉപകരണങ്ങളൊന്നും ഓടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് ഇതെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ ചെയ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയെങ്കിലും ടൈം എടുത്ത് അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ 30 ദിവസം കൊണ്ട് നിങ്ങൾ നന്നായി വാഹനം ഓടിക്കുന്ന സ്റ്റേജിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഒരു ഡ്രൈവറെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ അതിന് നിങ്ങളുടെ അത്യധികമായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ കേൾക്കണം, വീഡിയോ മെസ്സേജുകൾ കാണണം, ടെക്സ്റ്റ് മെസ്സേജുകൾ വായിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണം. എന്നിട്ട് ഒരു ദിവസം ഓടിച്ചതിനേക്കാളും ഭംഗിയായി ഓടിക്കാൻ കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് നിങ്ങൾ അടിപൊളിയാവും. അല്ലാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയത്നമില്ലാതിരിക്കുകയും നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉയർത്തിയെടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും. ഓക്കെ.